കുമാരൻ രണ്ടാം കൊല വെട്ടണ്ടേട്ടാ. തേങ്ങയൊക്കെ ചുരുങ്ങി ചുരുങ്ങി അടക്കാവൂലേ. വെറുതെ അല്ലേ ഇതിന് എണ്ണക്കുരു എന്ന് പറയണത്. പള്ളിപ്പെരുന്നാൾ നടത്തിക്കാതിരിക്കാൻ വീട്ടിലെന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. നടക്കട്ടെ നടക്കട്ടെ. എന്റെ എങ്ങനെയാണ് ഇടി മേടിക്കേണ്ടതെന്ന് അവർ ഗൂഢമായിട്ട് ആലോചിക്കട്ടെ. നീ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട. അവര് കിട്ടണേ മേടിച്ചോ. എന്താണ് തേങ്ങ പറക്കണ കിഴങ്ങ്? കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ അപ്പനും ആങ്ങളമാരുവാ. അവരെ നോവിച്ചാ എനിക്ക് നോവും കേട്ടോ. എനിക്കങ്ങനെ ആരെയും നോവിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇങ്ങാട്ട് ചോണ്ടാൻ വന്നാൽ അങ്ങാട്ട് ചോണ്ടത് നാട്ടുകണപ്പായതുകൊണ്ട് ചോണ്ടിപ്പോണത്. നിന്റെ അപ്പനാട് പറയും ഇങ്ങാട്ട് ചോണ്ടായിരിക്കും. അപ്പൊ നമ്മ അങ്ങാട്ട് ചോണ്ടായിരിക്കും. നമ്മൾ ഇങ്ങാട്ട് ചോണ്ടാൻ വന്നാൽ നമ്മ അങ്ങാട്ട് ഒന്നുമില്ലേ. നിന്റെ അപ്പൻ ഞങ്ങളുടെ തെക്കേങ്ങരയിലെ കുരിപ്പുകളാണ് നിന്റെ അപ്പൻ പറഞ്ഞിട്ടിരിക്കല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടു കൂട്ടരുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഈ ഞാനാ. നിനക്ക് ശ്വാസം മുട്ടലിന്റെ സൂക്കേടുണ്ടെങ്കിൽ ഹൈദരാബാദിൽ പോയി ഒരു മീമുണും കടി, അല്ലെങ്കിൽ ഇവിടത്തെ വക്കീൽ പണി നിർത്തി എവിടെയെങ്കിലും പോയി ചൊറി കുത്തി. ഇവിടുത്തെ വക്കീൽ പണി ഉപേക്ഷിക്കാനോ? ഇതുപോലെ നിത്യേന ഒരു തല്ലുകേസ് ഉണ്ടാക്കി തരുന്ന ഒരു ക്ലയന്റിനെ ഭൂലോകത്ത് എവിടെ കിട്ടാനാ? ക്രിമിനൽ കേസുകളുടെ അക്ഷയ പാത്രയല്ലേ കുരിശ് വീട്ടിൽ വാവാ. ഈ വാവ ഉള്ളതുകൊണ്ട് ഈ വക്കീലും കോടതിയൊക്കെ കഴിഞ്ഞു കൂടുന്നു. കഴിഞ്ഞ പോലെ നിനക്ക് വീസായിട്ട് തന്ന കാശുണ്ടായിരുന്നെങ്കിലേ ഇതുപോലെ ഒരു പറമ്പ് വേറെ മേടിക്കായിരുന്നു. ഇനിയിപ്പൊ കുരിശുപള്ളി പെരുന്നാൾ വരെയല്ലേ, നിനക്ക് കേസിന്റെ ചാകര ആയിരിക്കുമല്ലോ ചാകര. ഈ കാശൊക്കെ നീ എന്ത് കാണിക്കാണ്? എല്ലാം സ്വരുക്കൂട്ടി വെച്ചിരിക്കാം. കല്യാണം ആലോചിച്ച് ഏതെങ്കിലും ഒരു പോത്തം വരുമ്പോ എണ്ണി കൊടുക്കണ്ടേ? പണി നമ്മക്കിട്ടാണ്. അതിന് വാവ പോത്തനാണോ? നാട്ടുകാരങ്ങനെ ഇരട്ട പേര് വിളിക്കെങ്കിലും ഈ പോത്തം വാവ ഒരു പോത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കളി വാവേനോട് വേണ്ടേട്ടാ. ഒക്കത്തൊരു കുഞ്ഞുവാവ വരും. വൃത്തിയിട്ട പോത്തൻ. ഒരു ഞോണ്ടി ഞോണ്ടിയാണല്ലോ. എന്താടാ മാറാമ്പല പിള്ളേരെ എനക്ക് പണി തന്ന നല്ല സ്നേഹമുള്ള പിള്ളേരാണ്. കല്ലെറിഞ്ഞിട്ട് ഒരെണ്ണം പോലും പുറത്തേക്ക് പോയില്ല. എല്ലാം എന്റെ തലക്കന്നെ ഉണ്ട്. പിന്നെ ആ വീടിക്കൊരു പേരിട്ട് പുതിയത്. എന്താണ്? കരിവണ്ടെന്ന്. കരിവണ്ട് കൊള്ളാവല്ല. മാറാമ്പലേക്കാൾ നല്ല പേര് കരിവണ്ടാണ് കേട്ടാ. ചായപ്പൻ ചേട്ടാ, കുരുത്തല വെട്ടാൻ മറക്കണ്ട. നാളെ പെരുന്നാളിനെ പ്രസേന്തിയ വായിക്കുന്ന ദിവസം. അമ്പ് പെരുന്നാളിന്റെ പ്രസിദ്ധേന്തി വാഴ്ച നടത്താൻ പോവുകയാണ്. ഈ മെഴുകുതിരി കൈമാറിക്കൊണ്ട് കുരിശു വീട്ടിൽ വാവയെ ഈ വർഷത്തെ പ്രസിദ്ധേന്തിയായി വാഴിക്കുന്നു. വാഴിക്കാൻ വരണ്ടേ അച്ചോ? ദയവ് ചെയ്ത് കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കരുത്. തടസ്സം ഞങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ലേച്ചു. അല്ലാതെ തന്നെ തിരുക്കർമ്മങ്ങൾക്ക് തടസ്സമുണ്ട്. ഇന്നേ വരെയുള്ള ഈ പള്ളിയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ ആചാരത്തിലും വിശ്വാസത്തിലും ജീവിച്ചവർ മാത്രമേ ഇവിടെ പെരുന്നാൾ നടത്തിയിട്ടുള്ളൂ. അല്ലാത്തവർ പെരുന്നാൾ നടത്തുന്ന ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനിപ്പോ ഇവിടെ എന്താ തടസ്സം? കുരിശു വീട്ടിൽ വാവയെന്ന് പറഞ്ഞു കിടക്കുന്ന ഇവൻ ക്രിസ്ത്യാനിയാണ്. എന്താ വക്കച്ച, കുരിശു വീട്ടിലെ വക്കീലമ്മയുടെ മോൻ ക്രിസ്ത്യാനിയാണോ? കുരിശു വീട്ടിലെ മറിയാമ്മ വക്കീല് പെറ്റതുകൊണ്ട് മാത്രം ഒരുത്തൻ ക്രിസ്ത്യാനിയാവില്ല ചോ. അച്ഛന് സഭാ നിയമങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഒരുത്തൻ ക്രിസ്ത്യാനിയാകണമെന്നുണ്ടെങ്കിൽ അവൻ മാമോദിസ മുങ്ങിയിരിക്കണം. ഇവൻ ഇന്ന് വരെ മാമോദിസ മുങ്ങി ക്രിസ്തു മതം സ്വീകരിച്ചിട്ടില്ല. അച്ഛൻ ഈ ഇടവകയില് പുതിയ ആളായതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. സംശയം ഉണ്ടെങ്കിൽ പള്ളിയിലെ രജിസ്റ്റർ എടുത്ത് പരിശോധിച്ച് നോക്ക്. അച്ഛൻ അറിയോ, ഇവർ ഈ വാവയെ ഒരു ജാതിയിലും പെടുത്താതെ വെറും മൃഗത്തെ പോലെ വളർത്തുക. അതിന് കാരണമുണ്ടല്ലോ. പണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. പ്രസിദ്ധ സംഗീതജ്ഞനായ മേപ്പത്തൂർ വിഷ്ണു നമ്പൂരിയും കുരിശു വീട്ടിൽ മറിയാമ്മയും വിവാഹബന്ധം വേർപിരിയുന്ന കേസ്. പ്രണയം മൂത്ത് ജാതിയും മതവും മറന്ന് വിവാഹം കഴിച്ചവർക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോ എവിടുന്നോ തലപൊക്കി ജാതി ചിന്ത. കൊച്ചിനെ ക്രിസ്ത്യാനിയാക്കി വളർത്തണോ നമ്പൂരിയാക്കി വളർത്തണോ എന്ന് പറഞ്ഞ് രണ്ട് വീട്ടുകാരും തമ്മിൽ ആടിയും വെട്ടും കൂത്തും ഒക്കെയായി അവസാനം കേസ് കോടതിയിൽ പോയി. കുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഏത് ജാതി സ്വീകരിക്കണമെന്ന് അവന് സ്വയം തീരുമാനിക്കാം. അതുവരെ അവൻ അമ്മയുടെ സംരക്ഷണയിൽ കഴിഞ്ഞോട്ടെ എന്നായിരുന്നു കോടതി വിധി. പക്ഷെ പ്രായപൂർത്തിയായി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാവ ഒരു ജാതിയും സ്വീകരിച്ചിട്ടില്ല. പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും ഓമനിച്ച് വാവയെന്ന് വിളിക്കും. ആ പേരെ ഇവനും കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് ഒരു ജാതിയോ പേരോ ഒന്നും ഇവനില്ല. അതല്ലേ നാട്ടുകാരവനെ പോത്തനെന്ന് വിളിക്കുന്നത്. ഉത്സവമായ അമ്പലത്തില് കാവടി എടുക്കാൻ പോകും. പള്ളിപ്പെരുന്നാൾ വന്നാ കുരിശെടുക്കാനും വരും. ആദ്യം ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ തീരുമാനിക്കട്ടോ, എന്നിട്ടാവാം പെരുന്നാൾ നടത്തല്. എന്റെ ചേട്ടത്തിയാരെ ഇപ്പൊ നിന്ന് ഒരുക്കിട്ട് ഒരു കാര്യമല്ല. ഇതൊക്കെ ആയ കാലത്ത് ഓർക്കണമായിരുന്നു. പള്ളിയും പട്ടക്കാരനെയൊക്കെ മറന്ന് തൊലി വെളുപ്പുള്ള നമ്പൂതിരിച്ചനോടെ പൊറുതിക്ക് പോയപ്പോ ഓർക്കണമായിരുന്നു. വെറുതെ നിന്ന് നാണം കെടാതെ ഈ അഡ്രസ് ഇല്ലാത്ത മുതലിനെ കൊണ്ട് പോവാൻ നോക്ക്. പോത്തമ്പാവ ഒന്നും കൂടി പോത്തനായെന്ന് കരുതിയാ മതി. ചെല്ലേ.
കുരിശു വീട്ടിൽ ചെന്ന് അമ്മയുടെ മടിയിൽ പാലും കുടിച്ച് ഉറങ്ങാൻ നോക്ക്. പള്ളിപ്പെരുന്നാൾ നടത്താൻ നല്ല എണ്ണം പറഞ്ഞ തറവാടികളുണ്ട് ഇവിടെ. അല്ലാതെ കണ്ട നമ്പൂതിരിക്ക് പിഴച്ചുണ്ടായനൊന്നും ഇവിടെ പള്ളിപ്പെരുന്നാൾ നടത്തണ്ട. അവനെ തൂക്കി പുഴയിൽ എറിയടാ. തല്ലും കണ്ട് രസിച്ചിരിക്കാതെ ഒന്ന് പോയി പിടിച്ചു മാറ്റി സാറേ. പള്ളി പ്രശ്നത്തിൽ പോലീസ് ഇടപെട്ടു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ഒരു പ്രശ്നമില്ല, ഞാനല്ലേ പറയുന്നു, ഒന്ന് പിടിച്ചു മാറ്റൂ. മാറ്റോ ഒന്ന് നിർത്താൻ പറ. ഉണ്ണിയാളിനെ ഓർത്തൊന്ന് നിർത്താൻ പറ. മതി. വഴക്ക് വേണ്ട. വാവയുടെ കാര്യത്തിലല്ലേ നിങ്ങൾക്ക് തർക്കമുള്ളൂ. വാവ പ്രസിദ്ധേന്തി ആവുന്നില്ല. പകരം കുരിശു വീട്ടിൽ മറിയാമ്മ പ്രസിദ്ധേന്തി ആവും. വേണ്ടച്ചോ, എന്റെ മോനെ വാഴിക്കാത്ത പെരുന്നാള് എനിക്കും വേണ്ട. അങ്ങനെ ചെയ്താ ഇവിടുത്തെ പുണ്യാളം പോലും അത് പൊറുക്കൂല. വാ മോനെ. ഇൻസ്പെക്ടർ, നിയമം കയ്യിലെടുത്തതിന് എന്നെ മോനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. അല്ല മാഡം, IPC സെക്ഷൻ 323, 324 വോളണ്ടറിലി കോസിംഗ് ഹർട്ട്. ഡ്യൂട്ടിയിലുള്ള ഓഫീസറെ കയ്യേറ്റം ചെയ്തതിന് സെക്ഷൻ 353. അമ്മ പറഞ്ഞ കേട്ടില്ല സാറേ. ധൈര്യമായിട്ട് വിലങ്ങ് വെച്ചോ, ഞാനല്ലേ പറയണത്. സാറേ ഒരു മിനിറ്റ്, ലാഡീസ് വെക്കില്ലേ, ഒരു കച്ചിട്ട് എഴുതി കൊടുക്കാനായിട്ട് പുറകെ സ്റ്റേഷനിലായിട്ട് വന്നേക്കണം കേട്ടാ. കുരിശു വീട്ടുകാരുടെ പ്രസേന്തി വായിച്ചതേ ഇതുപോലെ ഗംഭീരമാക്കി തന്നതിന് നന്ദിയുണ്ട് കേട്ടാ പുലിക്കാട്ട് മക്കളെ. പക്ഷേ പുലിക്കാട്ട് മക്കൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളോട് കളിച്ച് ജയിച്ചത് ഈ വാവയാണെങ്കിൽ ഈ വാവ പെരുന്നാൾ നടത്തിയിരിക്കും. അലിഞ്ഞ് മാമോദിസ മുങ്ങിട്ടാണെങ്കിൽ അങ്ങനെ. മാമേ വണ്ടി എടുക്കണ പോളച്ചാ. മാമോദിസ മുങ്ങൊന്ന് വിളിച്ചു പറയാൻ നിന്നോട് ആരാ പറഞ്ഞത്? പുലിക്കാട്ടുകാരെ തോൽപ്പിക്കാൻ വേണ്ടി നീ എന്തും വിളിച്ചു പറയോ? എന്നാ ഞാൻ പറയുന്നു, തൽക്കാലം നീ മാമോദിസ മുങ്ങുന്നില്ല. അങ്ങനെ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കുന്നതാവരുത് ക്രിസ്തുമതം. ഇത്രയും കാലമായിട്ടും നിന്നോട് ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല നീ ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന്. എന്താ കാര്യം? എന്റെ ജാതിയിലേക്ക് നിന്നെ വലിച്ചഴച്ചെന്ന് നിന്റെ അച്ഛനോ വീട്ടുകാർക്കോ തോന്നാൻ പാടില്ല. ഒരു ജാതിയില്ലാതെ വെറും പച്ച മനുഷ്യനായിട്ടാ വാവ ഇതുവരെ വളർന്നത്. എന്നാ എല്ലാ മതക്കാരോട് അടുപ്പുണ്ട് താനും. പക്ഷെ ഏതെങ്കിലും ഒരു മതം മതി രണ്ടും കൂടെ എടുത്താൽ പൊങ്ങയിലെന്ന് നാട്ടുകാർ പറഞ്ഞാൽ പിന്നെ വാവ എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഇക്കണ്ട ആൾക്കാരെ മുമ്പിച്ച് വാവേനെ അമ്മേനെ ആക്ഷേപിച്ച് പറഞ്ഞ അവനോട് ചോദിച്ചില്ല പിന്നെ വാവ മീശയും വെച്ച് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് പെരുന്നാൾ നടത്തണം. ഒന്ന് പറകളാടീസേ. ഓ, സീനിയർ വക്കീലിനെ കണ്ടപ്പോ ജൂനിയർ വക്കീലിനെ വാ അടഞ്ഞു പോയായിരിക്കും. തുറന്നല്ല. ഏത് മതം സ്വീകരിക്കുന്നതും അതിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം, അല്ലാതെ വാശി തീർക്കാൻ വേണ്ടി ആകരുതെന്ന വക്കീലമ്മ പറയുന്നത്. അയ്യേ, വാശി തീർക്കാൻ വേണ്ടിയല്ലമ്മേ. കുറെ നാളായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാകാൻ വേണ്ടിട്ട് ഇങ്ങനെ ആഞ്ഞു നടക്കല്ലേ.
എന്റെ ദൈവമായ കർത്താവേ, ഞാൻ അഭയം കാണുന്നു. എന്നെ വേട്ടയാടുന്നവരിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ, അല്ലെങ്കിൽ അവരെന്നെ സിംഹത്തെ പോലെ കഴിച്ചു കീറും. സങ്കീർത്തനം 7-ാം അധ്യായം. ദൈവവുമായി രമ്യതയിലായി നീ സമാധാനത്തിൽ കഴിയാപ്പോ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് മാത്രം നീ ഉപദേശം സ്വീകരിക്കുക. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം. ഒക്കെ ഞാൻ പഠിച്ചോണ്ടിരിക്കണമേ. എനിക്ക് പെരുന്നാൾ നടത്തണം. ഒന്ന് പറകൾ അടിച്ചപ്പോ. ഇത്രയും കാലം നിന്നെ വളർത്തിയത് ഞാനായതുകൊണ്ട് എനിക്ക് നിന്റെ മേൽ ഒരുപാട് സ്വാധീനമുണ്ട്. പക്ഷേ ഒരു മതം സ്വീകരിക്കാൻ അതൊരു കാരണമാകാൻ പാടില്ല. നീ മാമോദിസ മുങ്ങുന്നത് ഒരിക്കലും ഈ അമ്മയ്ക്ക് വേണ്ടിയാകരുത്. അമ്മക്ക് വേണ്ടി അമ്മ മുങ്ങി കഴിഞ്ഞതാണല്ല, ഞാൻ മുങ്ങാൻ പോണത് എനിക്ക് വേണ്ടിയാണ്. ഒരു മതമില്ലാത്തതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചവനാണേ. മതത്തിന്റെ ഓളം പൂരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് പള്ളിക്കൂടത്തിൽ ചേരാൻ പറ്റാതെ വീട്ടിലിരുന്നല്ലേ പഠിച്ചത്. പിന്നെ പരീക്ഷയ്ക്ക് ജയിക്കുക തോക്കൊന്നുള്ള പേടി വേണ്ടായിരുന്നു. നല്ല പ്രായത്തിൽ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് ചോദിച്ചപ്പോ ജാതിയുടെ കാര്യം പറഞ്ഞപ്പോ പണിവാളി. ഒന്നേ ക്രിസ്ത്യാനിയായിട്ട് വാ, അല്ലെങ്കിൽ ഹിന്ദു ആയിട്ട് വാ. അവർക്ക് ഹിന്ദുസ്ഥാനിനെ വേണ്ടെന്ന് പറഞ്ഞു. നാട്ടുകാർ പിന്നെ പോത്താന്ന് വിളിക്കാതിരിക്കുവോ? വാവ പോത്ത് തന്നെയാണ്, വെറും പോത്തൻ. അച്ഛന്റെ അമ്മയുടെ വഴക്ക് മാറി അവർ ഒന്നിക്കുമ്പോ ജാതി തീരുമാനിക്കാന്ന് വിചാരിച്ച പോത്തൻ. അമ്മ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നിന്റെ ആഗ്രഹം പോലെ എന്താന്ന് വെച്ചാ നീ ചെയ്തോളൂ. പക്ഷേ അതിനു മുൻപ് ഒരാളുടെ സമ്മതം കൂടി വാങ്ങണം. നിന്റെ അച്ഛന്റെ. ഓ പിന്നെ ഭാര്യയും മകനെയും തിരിഞ്ഞു നോക്കാത്ത എന്റെ അച്ഛന്റെ അനുവാദം വാങ്ങിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ. ഏത് മതം വേണമെങ്കിലും സ്വീകരിച്ചോളം കോടതി എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഞാനിപ്പതേ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോണ. അതിനെ എന്റെ നമ്പൂരി അച്ഛന്റെ അനുവാദം വേണ്ട, പള്ളിയിൽ അച്ഛന്റെ അനുവാദം മതി, എന്റെ അമ്മയുടെ അനുവാദം മതി, കർത്താവിന്റെ അനുവാദം മതി, അമ്മയുടെ ഭർത്താവിന്റെ അനുവാദം വേണ്ട. വേറെ പണി നോക്കമ്മേ. ഡാ, ഏതു കോടതിയേക്കാളും വലുത് ജന്മം നൽകിയ അച്ഛനാ. ഓ, അതായിരിക്കും ഉപേക്ഷിച്ച് കളഞ്ഞത്. ബാവാച്ചി, നമ്മുടെ യേശു ക്രിസ്തുവിനെ മാമോദിസ മുക്കിയത് യോഹന്നാനാണ്. പക്ഷെ യോഹന്നാനെ ആരും മാമോദിസ മുക്കിയതായിട്ട് ബൈബിളിൽ പറയുന്നുമില്ല. അപ്പൊ യോഹന്നാൻ എങ്ങനെ ക്രിസ്ത്യാനിയായി? നീ ഒരു കാര്യം ചെയ്യ്, നീ അടുത്ത പ്രാവശ്യം യോഹന്നാനെ കാണുമ്പോ നേരിട്ട് ചോദിച്ചാൽ മതി. ആ യോഹന്നാൻ മാമോദിസ മുങ്ങിയ കഥ വിട്. എന്റെ അപ്പൻ യോഹന്നാൻ ചിട്ടിക്കമ്പനി എടുത്ത് മുങ്ങിയ കഥ ഈ പറഞ്ഞാൽ. ഇനി ചേട്ടനൊരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ എന്റെ അമ്മ ചെലുത്തി പുഴച്ച് അടിച്ചോ ഞാൻ. മാറാമല്ലേ, നീ വലിയ അവിവേകം ഒന്നും കാണിക്കല്ലേ. അവരാച്ചാ അവൻ പറഞ്ഞ പോലെ കാണിക്കുന്ന ആളാണ് കേട്ടാ. ഇതിനു മുമ്പ് 3-4 തവണ വെള്ളത്തിൽ ചാടി ചത്തതാണ്. എന്നിട്ട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നതോ? അതിന് ഇതൊക്കെ ഒരു ജീവിതമാണ്. എടാ വാവേ, നീ ഏതാണ്ടൊക്കെ മുങ്ങാൻ പോണെന്ന് പറഞ്ഞ ഇപ്പൊ നാട്ടിന്നേ മുങ്ങയാണ്. ഈ പ്രാവശ്യം പള്ളിപ്പെരുന്നാൾ നടക്കൂ. എടാ വാവേ, മാമോദിസ മുങ്ങിയാലേ ഒരാൾ ക്രിസ്ത്യാനിയാവും. അപ്പൊ ഇപ്പൊ ശരിക്കും നിന്റെ ജാതി ഏതാ? എന്റെ ജാതി ഏതാണെന്ന് അറിയണോ നിനക്ക്? എന്നാ കണ്ടോ, ഇപ്പൊ നിനക്കൊരു ആശ്വാസം കിട്ടിയടാ. എടാ, ഈ ലോകത്താകപ്പാടെ 2 ജാതിയുള്ളൂ, ഒന്ന് ആണും ഒന്ന് പെണ്ണും. മൂന്നാമതൊരു ജാതി ഉള്ളത് നീയാണ്, ആണും പെണ്ണും കെട്ടത്. എടാ, നീ ബോട്ടിലായിപ്പോയത് നിന്റെ ഭാഗ്യം. മോനെ ബ്രിട്ടോ, വേഗം വിട്ടോ. എന്നെ കൊണ്ട് വെറുതെ നീന്തിക്കല്ലേ. ബാബു വിട്ടോ വിട്ടോ വിട്ടോ. ഇവനെ ഇന്ന് ഞാൻ എടാ ഞായറാഴ്ച ഇറച്ചി വയ്ക്കാൻ നീ മാർക്കറ്റിലേക്ക് വാടാ. നിന്നെ തുണ്ടമായിട്ട് വെട്ടി ചൗരിട്ട് പട്ടിക്കൊടുക്കടാ. എന്റെ സ്വഭാവം എനിക്കാണ് പിടിക്കാണ്ടിരിക്കടാ. ഇത്രയും വരെ വായിക്കി അവൻ പോയടാ. അതല്ല ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത്. എന്താന്ന് ഒന്ന് തുണി പൊക്കി കാണിച്ചതാണ്. പിന്നെ നിയമസഭയിൽ കാണിക്കാമെങ്കിലാണ് പബ്ലിക് റോട്ടിൽ കാണിക്കാൻ പാടില്ല. അതെ, എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പേഴ്സണലാണ് ഞങ്ങൾ നിൽക്കാം, പള്ളിന്ന് കമ്മിറ്റിക്കാരെ വിളിക്കാം. രണ്ടുപേരും പോയ വണ്ടി കൊണ്ട് പോ. നല്ല കാര്യം. എല്ലാ ദിവസവും ഇതുപോലെ വരണേ വക്കീലേ. വണ്ടി വിട്ടോ. ഈ വണ്ടി വിറ്റിട്ടെങ്കിൽ ഇന്ന് കുറച്ച് കള്ള് കുടിക്കണം. ഷാപ്പിലേക്ക് കൊടു. അമ്മയുടെ മനസ്സ് എന്നേക്കാൾ നന്നായി വാവയ്ക്കറിയാലോ. അകന്ന് കഴിയാണെങ്കിലും വാവയുടെ അച്ഛനോട് വക്കീലമ്മയ്ക്ക് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. കോടതി വിധിയൊക്കെ ശരി തന്നെ. പക്ഷേ അച്ഛന്റെ അനുവാദം വാങ്ങാതെ വാവ മാമോദിസ മുങ്ങിയ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടോ? ഇനി അച്ഛന്റെ സമുദായക്കാര് വന്ന് അമ്മയെ പരസ്യമായി ആക്ഷേപിക്കുന്നതുകൂടി വാവയ്ക്ക് കാണണോ? വാവയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാൻ ഇനി അവസരം ഉണ്ടാക്കരുത്. എല്ലാം സമാധാനമായി കലാശിക്കണമെങ്കിൽ വാവ അമ്മ പറയുന്നത് അനുസരിക്കണം. അച്ഛനെ ചെന്ന് കണ്ട് അച്ഛന്റെ അനുവാദം വാങ്ങണം. ഈ പോക്കില് 2 തല ഉറപ്പാണ്. ആ ഇടിക്കട്ടെ, പിച്ചാത്തി എടുത്തോട്ടെ. അച്ഛനേടാ ഞാൻ കുത്താനാ. വേണ്ടെങ്കിൽ വേണ്ട. അന്യനാടാ, ചെല്ലുന്നിടത്ത് അടിയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. അത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ജാമ്യത്തിലെടുക്കാൻ എനിക്ക് നേരം ഉണ്ടാവില്ല. ഗ്ലാഡിസ് പറഞ്ഞാലും കാര്യമുണ്ട്. അമ്മ വളർത്തി വഷളാക്കിയതാണെന്ന് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കരുത്. അയ്യേ, വക്കീലമ്മ പേടിക്കണ്ട. വാവാച്ചി മര്യാദക്കാരനാണെന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചോളാം. പിന്നെ എന്നെ കാണുമ്പോ ഒരു നമ്പൂതിരി ലുക്കുള്ള യാതൊരു പ്രശ്നം ഉണ്ടാവൂല. പിന്നെ നമ്പൂരി ടാറും ബീപ്പേ വീണ മാതിരിയുണ്ട്.
അച്ഛനെ കണ്ട ഓർമ്മ നിനക്കുണ്ടാവില്ലല്ലോ ദാ കണ്ടാ പറയൂല അല്ല ഫോട്ടോ ആണെന്ന് പറയൂല. ഓ നല്ല ജീവനല്ലേ പോലെ ഒരുപാട് പഴക്കമുണ്ടല്ലേ. അപ്പൊ ഇപ്പൊ നല്ല പ്രായമായി കാണും. പിന്നെ ഇപ്പൊ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞതേ ഇങ്ങനെ. എന്തായി കാണിച്ചത്? ആ ഫോട്ടോ ചുളുങ്ങിയപ്പോ അമ്മക്ക് നൊന്ത് കേട്ടാ. അപ്പൊ ഉള്ളിൽ ഇപ്പോഴും ലവ് ഉണ്ട്. ഒന്ന് പോടാ ബാബാച്ചേ. എന്താടാ ഇവിടെ അടുത്ത് വല്ലയിടത്തുള്ള അച്ഛനാണ് ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ യാത്ര നടക്കാറുണ്ട് അല്ലേ? വാവേ, നിന്നെ ഇതുവരെ ഒരു രാത്രി പോലും ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് നീ മടങ്ങി വന്നേക്കണം. അവിടെ ചെല്ലുന്നു, അച്ഛനോട് ചെന്ന് കാര്യം പറയുന്നു, അവിടെ നിന്ന് മുങ്ങുന്നു, ഇവിടെ പൊങ്ങുന്നു, മാമോദിസ പൊങ്ങുന്നു, ഇവിടെ അപ്പം ചമ്മുന്നു, പെരുന്നാൾ കലക്കുന്നു, അത്രയുള്ള പരിപാടി. സ്മോൾ അടിക്കുന്നു, ഫിറ്റ് ആവുന്നു. എന്താ ഭാവിച്ച് പറയാത്തത്? അല്ല, ഈ സംഗീതം ഒന്നും പറഞ്ഞ് ഊര് ചുറ്റുന്ന ആളെ ഏത് പൂരപ്പറമ്പ് ചെന്ന് അന്വേഷിക്കാനാണ്? നമുക്ക് ഊട്ടിലെ പൂരപ്പറമ്പിച്ച് നോക്കിയാലോ? ഞാനിതൊരു ഊട്ടി പോയിട്ടില്ലേ. പ്രസിദ്ധ സംഗീതജ്ഞനായ മേൽപ്പത്തൂർമന എവിടെ ഇരുന്നാണാവോ കീറി പൊളിക്കുന്നത്.